നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ 10,000 രൂപ അതെങ്ങനെയാ ചെലവാക്കുക? കൊറേ ഡ്രസ്, ചെരുപ്പ്, ഐസ്ക്രീം എന്തൊക്കെ വാങ്ങാം. അയ്യോ വാടി ATM പോയി പൈസ എടുക്കാം. എന്തിനാ അടച്ച് കുത്തിയിടുന്നേ? ഇതിപ്പോ നമ്മുടെ റൂമൊന്നും അല്ല. പിടികിട്ട പുള്ളിയെ ചേസ് ചെയ്ത് പിടിക്കുന്നത് പോലെയാ എന്റെ മുന്നിൽ അരവിന്ദൻ പോലീസ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത്. എന്നെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണെന്നാ ഞാൻ കരുതിയത്. ഭാഗ്യത്തിന് അതുണ്ടായില്ല. പക്ഷേ ജയയുടെ മരണത്തെക്കുറിച്ച് പാർവതി പറഞ്ഞത് മുഴുവനും അയാൾ വിശ്വസിച്ചിട്ടുണ്ട്. പഴയ ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ല അയാളുടെ ആ സംസാരത്തിൽ. ഒരു സേതുരാമയ്യർ ലൈൻ. അരവിന്ദൻ എന്താ പറഞ്ഞത്? അയാൾ ആ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം സംസാരിച്ചത് ജയയുടെ മരണത്തെക്കുറിച്ചും. എന്റെ അനിയത്തി, നിന്റെ ഭാര്യ ഒരസുഖവും ഇല്ലാതെ നിന്ന നിൽപ്പിൽ മരണപ്പെട്ടു. അതൊരു സ്വാഭാവിക മരണമായിട്ടേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ that was a well planned murder. അന്വേഷണ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റിയെങ്കിലും എന്റെ അനിയത്തിയുടെ മരണകാരണം എനിക്ക് അന്വേഷിച്ചല്ലേ പറ്റൂ. ആ അന്വേഷണം വന്നു നിൽക്കുന്നത് ദാ ഇപ്പോ ഇവിടെ നിന്റെ മുന്നിൽ. അതുകൊണ്ട് എനിക്ക് നിനക്കുള്ള വിലങ്ങുമായി അയാൾ ഏത് നിമിഷവും ഇവിടെ എത്തും. പ്രതീക്ഷിച്ചിരുന്നു. ഒന്നുകിൽ എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ അറസ്റ്റ് തടയാനുള്ള മാർഗം എന്തെങ്കിലും കണ്ടുപിടിക്കണം. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഭീരുവല്ല ജാസ്മിൻ. നേരിടണം. എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യണം. പാർവതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതെല്ലാം DYSP വിശ്വസിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അരവിന്ദിന്റെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് DYSP ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതെന്നുമല്ലേ ആന്റി പറഞ്ഞത്? അയാള് പോലീസ് വണ്ടിയിലെ ഏട്ടന്റെ അടുത്ത് വന്നെങ്കിൽ ഇപ്പോഴും അയാൾ സർവീസിലുണ്ട്. എന്നുവെച്ചാ DYSP കളത്തിലിറക്കി ആന്റി കളിച്ച കളികളെല്ലാം ചീറ്റിപ്പോയിന്ന് മാത്രമല്ല, DYSPയുടെ ഓഫീസിൽ നിന്ന് പാർവതിയെ വിശാൽ ഇറക്കിക്കൊണ്ടുവന്നതോടെ ആ കേസും ഇല്ലാതായി. മൊത്തത്തില് കാലക്കേടാണല്ലോ ഏട്ടാ. കാലക്കേട് നമുക്കല്ല, അയാൾക്കാ, ആ രവീന്ദ്രന്. അയാളെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തിട്ട് വിളി വരുന്നതും പ്രതീക്ഷ നമ്മൾ ഇവിടെ ഇരുന്നു. അതാണ് നമുക്ക് പറ്റിയ അബദ്ധം. ഇനി അത് സംഭവിക്കില്ല. കൊട്ടേഷൻ കൊടുത്തിട്ട് ഞാൻ മാറി നിൽക്കില്ല. ചത്തു എന്ന് ഉറപ്പാക്കാൻ ഞാൻ അവരുടെ പുറകെ പോവും. എന്നിട്ട് സെൻട്രൽ ജയിലിൽ പോയി കിടക്കുകയും ചെയ്യാം. മണ്ടത്തരം പറയാതിരിക്കണ്ടേ ഏട്ടാ. പാർവതി പറഞ്ഞത് അയാള് വിശ്വസിച്ചിട്ടുണ്ടെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്? അപ്പൊ വിശാലിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും നമ്മളാണെന്ന് അയാള് വിശ്വസിക്കുന്നുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.